ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് ഞാൻ നോമ്പ് ചിന്തകളായിട്ട് ചില വീഡിയോസ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു അതിൻ്റെ ആധികാരികതയും അതിനെ കുറിച്ചിട്ടൊക്കെ. കാരണം ഞാൻ ഒരു അൽമായൻ ചെയ്യുന്നത് കൊണ്ട് നിരവധി അൽമായർ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ദൈവിക വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നുമില്ല ഉയരാത്ത ചില ചോദ്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, അഹങ്കരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അഹങ്കരിക്കാൻ എന്നും പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് കുറേയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയത്തക്ക രീതിയിൽ, അഹങ്കരിക്കത്തക്ക രീതിയിൽ എനിക്കൊന്നും തന്നെ ഇല്ല. കാരണം ഞാൻ ചില ആൾക്കാർ ഇപ്പോൾ കളിക്ക് എന്നെ ഒരു മോശക്കാരനാക്കാൻ കമൻറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ പണ്ഡിതനോ പാണ്ഡിത്യം നേടിയ ഒരാളോ ഒന്നുമല്ല. അറിവിൽ വളരെ 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 ശിശുവാണ്. പ്രത്യേകിച്ച് ബൈബിൾ പരിജ്ഞാനത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിലാകട്ടെ ഞാൻ വളരെ ശിശുവാണ്. കാരണം ശരിക്കും ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഒരു നവീകരണ ഇതിലോട്ട് വരുന്നത് 1998 ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തു അനുഭവം നേടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു വരിക. മനുഷ്യനായതുകൊണ്ട് ഈ അത്രയും കാലയളവിൽ, ഈ 98 മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന 26 വരെയുള്ള ഈ കാലയളവിൽ വീഴ്ചകളുണ്ടായിട്ടുണ്ട്, പോരായ്മകളുണ്ട്, കാരണം ഞാൻ ബലഹീനനാണ്, ഒരുപാട് ബലഹീനനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധനായി അല്ലെങ്കിൽ ഞാൻ പൂർണ്ണനായിട്ടൊന്നും അല്ല. കാരണം ഇപ്പോഴും എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്, പോരായ്മകളാണ്. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല. എങ്കിൽ തന്നെയും ഞാൻ പന്നീനെ പോലെ പന്നിക്കുയിൽ കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളില്ല. നിരവധി വട്ടം വീഴാറുണ്ട്, നിരവധി വട്ടം എണീക്കാറുണ്ട്, വീണ്ടും എണീക്കാറുണ്ട്. മനസ്സിലായില്ല? അപ്പം അങ്ങനെ വീണും എണീറ്റും സഞ്ചരിക്കുന്ന ഒരു ബലഹീനനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി എൻ്റെ ഫേസ്ബുക്കിലാകട്ടെ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലാകട്ടെ അതിലിരിക്കുന്ന ബയോ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ബലഹീനതയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കർത്താവിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത് എന്നും പറഞ്ഞിട്ടുള്ളൊരു പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വചനമാണ് ഞാൻ ആപ്തവാക്യമായിട്ട് വർഷങ്ങളായി വച്ചേക്കുക. ഒന്നിൽ വച്ചേക്കുക ഞാനാണ്. കാരണം എനിക്കറിയാം, കാരണം എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്. ഇനി കാര്യത്തിലേക്ക് ഞാൻ വരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒരു ദൈവിക സന്ദേശങ്ങൾ ഇടാറുണ്ട്. അത് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് അത് കാണുമ്പോൾ, കാരണം നമ്മുടെ ഇടയിൽ പാപാവസ്ഥയിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കുറവുകളുള്ള ജോഷി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ഞാൻ ദൈവം തന്ന അനുഗ്രഹം. ഇനി എന്താണ് എൻ്റെ യോഗ്യത എന്ന് വെച്ചാൽ, ഈ ദൈവിക സന്ദേശം പറയാനായിട്ടുള്ള എന്താണ് എൻ്റെ യോഗ്യത എന്ന് വെച്ചാൽ, എൻ്റെ യോഗ്യത എന്ന് പറഞ്ഞത് കത്തോലിക്ക തിരുസഭയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തന്നെയാണ് എൻ്റെ യോഗ്യത. കാരണം ആ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിലൂടെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ മാത്രമല്ല, ബൈബിളിൽ പറയുന്ന എങ്ങനെയാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവർക്കും ഈ ഒരു അധികാരമുണ്ട്. രാജകീയ പൗരോഹിത്യ പ്രവാചക ദൗത്യം. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. അത് തന്നെയാണ് എൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഈ യോഗ്യതയുടെ ഇടയിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് ബലഹീനതകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 98 നവീകരണത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. നവീകരണത്തിൽ ആദ്യകാലങ്ങളിൽ ഞാൻ ജീസസ് യൂത്ത് കരിസ്മാറ്റിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പിന്നെ ഞാനത് പയ്യെ മാറ്റി വെച്ചിട്ട് ഞാൻ KCM പ്രസ്ഥാനവുമായി മുന്നോട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ KCM പ്രസ്ഥാനത്തിലായിരിക്കുന്ന ടൈമിൽ പോലും ഞാൻ പ്രാർത്ഥനാനുഭവം, എൻ്റെ കുറവുകളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ പ്രാർത്ഥനാനുഭവത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്കറിയാം അത് ഏത് രീതിയിലാണ് പോകുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ
ഈ കുറവുകളോടുകൂടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ 98 വന്നിട്ട് 99 ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് POCയുടെ കീഴിൽ POC KCBCയുടെ അണ്ടറിലുള്ള POCയുടെ കീഴിൽ ബൈബിൾ പഠനം നടത്താൻ ഒരു വർഷത്തെ ബൈബിൾ പഠനം പഠിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നത്. അതിലേറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് ആ ബൈബിൾ പഠനകാലത്തിൽ എൻ്റെ അധ്യാപകരായി തീർന്ന റവറൻ ഡോക്ടർ ജോസഫ് കോട്ടയ്ക്കൽ, റവറൻ ഡോക്ടർ ജോസഫ് തുരുത്തുമാലി, റവറൻ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം, അങ്ങനെയുള്ള പ്രമുഖരായ വൈദികർ പ്രവാചകന്മാരെക്കുറിച്ചും തോറയെക്കുറിച്ചും സങ്കീർത്തനത്തിനെക്കുറിച്ചും അങ്ങനെ കുറേ വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തതുപോലെ സഭാചരിത്രം, അതിനോടൊപ്പം തന്നെ ബെന്തക്കോസ്റ്റ് സഭകൾ, മുസ്ലിം മതം, മുഹമ്മദ് നബി, ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച ജോസ് കാപ്പിലച്ചൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വൈദികർ. അതിൽ ഞാൻ തുടക്കം എടുത്തു പറഞ്ഞ ആ വൈദികർ നമ്മുടെ POC ബൈബിൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന POC ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ബൈബിളിൽ ആമുഖങ്ങളുടെ കൂടെ അതിൻ്റെ എഡിറ്റേഴ്സ് ലിസ്റ്റിൽ അതിൻ്റെ പരിവർത്തനം ചെയ്ത ആ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ അതിലെ പല പുസ്തകങ്ങളിൽ പരിവർത്തനം ചെയ്ത വൈദികർ കൂടെയാണ് ഈ പറയപ്പെട്ട ജോസഫ് കോട്ടയ്ക്കലും അതിനോടൊപ്പം തന്നെ ജോസഫ് തുരുത്തുമാലിയും കാരിമറ്റവും, അങ്ങനെ കുറേ വൈദികർ തന്നെ നമ്മുടെ ആ POC ബൈബിളിൽ നമുക്ക് ഫ്രണ്ട് പേജിൽ ഇവരുടെ പേരുകൾ കാണും. ഇത് ഭയങ്കര എനിക്കൊരു സന്തോഷം ഉണ്ടാക്കിയാണ്. കാരണം എൻ്റെ പഠനകാലത്തിൽ അതിൽ ഉൾപ്പെട്ടിരുന്ന വൈദികർ നമ്മുടെ അധ്യാപകരായി ലഭിക്കുക എന്നുള്ളത്, പാണ്ഡിത്യം നേടിയവർ അവർ നിന്ന് പക്ഷെ വലിയൊരു അറിവൊന്നുമില്ല. കാരണം വൈദികരൊക്കെ ഒരുപാട് വർഷമാണ് പഠിക്കുന്നത്, അതിനൊക്കെ ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ ഒരുപാട് വർഷമായി ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച്. പക്ഷെ നമുക്ക് ആകെ കൂടെ കിട്ടുന്നത് ഒരു 1 ഇയറാണ്. അപ്പോൾ അതിന് തന്നെ കർത്താവ് ഒരുക്കണം. അതിന് എനിക്ക് അഡ്മിഷൻ കിട്ടാതെ ഇരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, കിട്ടത്തില്ലായിരുന്നു എനിക്ക്. കാരണം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് ആ സമയത്ത് ആ ഒരു പഠനത്തിന്, ആ ഒരു ഇയറിൽ ആ ഒരു പഠനത്തിന് എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം POCയുടെ കീഴിൽ POCയിലെ പ്രഗത്ഭരായി ഈ അധ്യാപകർ നടത്തുന്ന പഠന ക്ലാസ് നമ്മുടെ അരിഫ് ഭവൻ എന്ന് പറയുന്ന അവർ നടത്തുന്ന സ്ഥലത്ത് ഇവർ വന്ന് പഠിപ്പിക്കുന്ന POCയുടെ കീഴിൽ. അപ്പോൾ ഞാൻ കോട്ടയത്താണ് പഠിച്ചത്. അപ്പോൾ അവിടെ അഡ്മിഷന് ചില നിബന്ധനകളുണ്ടായിരുന്നു. അപ്പോൾ ആ നിബന്ധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയിലുള്ള ഒരു ഇതായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ആ സാധനം. പക്ഷെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ ഞാൻ ചെന്നു, പഠിച്ചു. മാത്രമല്ല ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രബന്ധം എഴുതി കൊടുക്കണം. പ്രബന്ധം, അതായത് 100 പേജോളം വരുന്ന ഇതിൽ നമ്മൾ റെക്കോർഡ് ബുക്കിൽ നമ്മൾ പ്രബന്ധം എഴുതി കൊടുത്ത് ആ പ്രബന്ധം അവർ നോക്കും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് പ്രബന്ധം എഴുതി കൊടുത്തതിൽ ഞാൻ തിരഞ്ഞെടുത്ത വിഷയമെന്ന് പറയുന്നത് യേശു പ്രഘോഷിച്ച ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ആ ദൈവരാജ്യത്തെക്കുറിച്ചിട്ടുള്ള പ്രബന്ധം ഞാനൊരു 100 പേജ് വരുന്ന ഒരു വലിയൊരു റെക്കോർഡ് ബുക്കിൽ ഞാൻ അതിൻ്റെ പ്രബന്ധം തയ്യാറാക്കിയും കൊടുത്തിട്ട് അന്ന് അവിടുത്തെ ഈ കരിഫവൻ വരെ ഉൾപ്പെടുന്നതിൻ്റെ ബിഷപ്പായിരുന്ന സെബാസ്റ്റ്യൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് വചനം പ്രഘോഷണം നടത്തുവാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. പക്ഷേ ഇവിടെ പോലും ഞാനിത് എൻ്റെ വലിയൊരു യോഗ്യതയായിട്ടല്ല കാണുന്നത്. എൻ്റെ കുറവുകളിൽ, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതക്കുറവുകളിൽ എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ച് നടത്തുന്നുണ്ടായിരുന്നു. ബൈബിൾ പഠനം നടത്തിയതിന് ശേഷം 3 വർഷക്കാലം കാരിഫ് ഭവൻ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിനോടൊപ്പം ചേർന്ന് ഔട്ട്റീച്ചായിട്ട് പുറത്ത് പല സ്ഥലങ്ങളിലും അവരുടെ അറിവോടുകൂടെ തന്നെ ആ കാലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തളം, അടൂര്, ആ ഭാഗങ്ങളിലൊക്കെ
ദൈവിക ശുശ്രൂഷ, അതായത് വചനപ്രഘോഷണം മറ്റു കാര്യങ്ങളായിട്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വളരെ കുറവായതുകൊണ്ട് ഈ ബൈബിൾ പരമായിട്ടുള്ള ഉന്നത പഠനങ്ങൾ ഡിഗ്രി പരമായിട്ട് അല്ലെങ്കിൽ അല്ലാതെ രീതിയിൽ പഠിക്കാനായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടെസ്റ്റ് പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട്, ആധികാരികമായ ടെസ്റ്റ് പുസ്തകം വാങ്ങിയിട്ട് അത് ഞാൻ വളരെ ആഗ്രഹത്തോടെ പഠിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ബൈബിൾ വലിയ ആഗ്രഹത്തോടെ തന്നെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു, ധ്യാനിക്കാറുണ്ടായിരുന്നു. അത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം, കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ശുശ്രൂഷപരമായി നിൽക്കുന്നു. ഒരുപാട് വൈദികരുമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് അൽമായരുമായിട്ട് ബന്ധമുണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുമായിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിനോടൊപ്പം ആയിരിക്കാനായിട്ട് പലപ്പോഴും അടങ്ങാതെ ആഗ്രഹിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീണു പോകാറുണ്ട്, കുറവുകളുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൂർണ്ണനല്ല. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ നോക്കുമ്പോൾ ഇവൻ ഇടയ്ക്ക് ബൈബിളിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നുണ്ട്, ചില സമയങ്ങളിൽ രാഷ്ട്രീയപരം, എല്ലാത്തിലും നമ്മൾ പ്രവർത്തിക്കണം. എല്ലാത്തിലും, രാഷ്ട്രീയത്തിലാകട്ടെ, എല്ലാത്തിനും പ്രവർത്തിക്കണം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലെ നന്മ നഷ്ടപ്പെടുത്താതിരിക്കുക. നന്മ നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എൻ്റെ ഒരു യോഗ്യത ഇതാണ്. ഞാൻ വലിയ പാണ്ഡിത്യമുള്ള ഒരാളല്ല, എന്നാൽ കത്തോലിക്ക തിരുസഭയിലെ ഒരു അംഗമാണ് ഞാൻ, സഭയിലെ അംഗമാണ് ഞാൻ. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരാളാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞാൻ മാത്രമല്ല, എല്ലാവർക്കുമുള്ള ഒരു ദൗത്യമായത്. അത് ചെയ്യേണ്ട കടമ നമുക്കുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കുരിശിൻ്റെ നെയ്യലായിരുന്നു കൊണ്ട്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തിൽ എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത ആൾക്കാരോട് ചോദിച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ക്രൂശിതനായ യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്യാറുള്ളത്. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഇതെല്ലാം അതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുരിശാരാധന, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായി ഞാൻ സൗദി അറേബ്യയിലാണ്. ഇവിടെ ഞാനായിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് കിട്ടുന്ന സമയത്ത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ചെറിയൊരു ശുശ്രൂഷ. അപ്പോൾ ഇഷ്ടമുള്ളവർ അത് കാണുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകാം. അതങ്ങനെയാണല്ലോ. ഒരിക്കലും എന്താ പറയുന്നത്, നമുക്കറിയാവുന്ന ആൾക്കാരെ നമുക്ക് അംഗീകരിക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഓക്കെ, താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ വിമർശനത്തിനും.